ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കണമെന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അത്രയും മികച്ച ഫെസിലിറ്റീസാണ് അവർക്ക് അവിടെ ലഭിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഹോസ്റ്റലുകളും മികച്ച ഫെസിലിറ്റീസോടെ ക്രമീകരിച്ചിരിക്കുന്നവയാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹോസ്റ്റലാണ് പേൾ ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിൽ നിന്നും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ മെയ് 5 നീറ്റ് എൻട്രൻസ് എക്സാമിനായിട്ട് യാത്രയാവുകയാണ്. മനോഹരമായ സൗഹൃദങ്ങളും ഹോസ്റ്റൽ ജീവിതവുമെല്ലാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ നീറ്റ് 2024 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും അവരുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സാം സെൻറ്ററൊക്കെ അവർ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളാണ്. ഒരുപാട് നാൾ, ഒരു വർഷക്കാലം ഒരുമിച്ച് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് നന്നായിട്ട് കമ്പൈൻഡ് സ്റ്റഡിയിലൊക്കെ ആയിരുന്ന വിദ്യാർത്ഥികൾ അവരവരുടെ നാട്ടിലേക്ക് നീറ്റ് എൻട്രൻസ് എക്സാമിനായിട്ട് പോവുകയാണ്. അത് വലിയൊരു നിമിഷമാണ്. കാരണം ഒരുപാട് സൗഹൃദങ്ങൾ, നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഒരുമിച്ച് പങ്കുവെച്ചതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച. അതായത് ഇതിനോടൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു. അതായത് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഒരു വിദ്യാർത്ഥിനിയെ വീട്ടിലേക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതെ. നിങ്ങളുടെ പേര്? അഞ്ജന. വീട് എവിടെയാണ്? കൊല്ലം. അപ്പോൾ എക്സാം സെന്റർ കൊല്ലത്താണ്? അതെ. കൊല്ലത്ത് എവിടെ? കൊല്ലം കടക്കൽ. അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നു. അവിടെ ഇത്ര അധികം സൗഹൃദങ്ങൾ ഉണ്ടാവുകയാണ് അല്ലേ? ആൻഡ് ഫൈനലി മോളിപ്പോൾ മോഡൽ എക്സാമുകളുടെ കാലഘട്ടമാണ്. അവർ വന്ന സമയത്ത് നിന്ന് ഇപ്പോൾ എത്തി നോക്കുമ്പോൾ അഞ്ജനയ്ക്ക് എന്താണ്? ഞാൻ കഴിഞ്ഞ വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മിനിമിസ് ആണെങ്കിലും അന്നൊരു പ്രാവശ്യം എനിക്ക് മൈഗ്രെയിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുന്നവരെ എനിക്ക് തല മസാജ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ അതായത് ഒരു അമ്മയുടെ കരുതലോട് കൂടിയിട്ടായിരുന്നു അല്ലേ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത്ര അധികം സൗഹൃദമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായി അല്ലേ? ഇതൊക്കെ ഒരു പഠനത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നില്ല ആ ഒരു കാലഘട്ടം? നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അവർ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഭയങ്കര ഡൗൺ ആകുമ്പോൾ തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ്. യെസ്. അപ്പോൾ കൊല്ലത്തേക്ക് യാത്രയാവണം അല്ലേ? പേരൻസ് ആണ്. എന്താ അച്ഛൻ്റെ പേര്? എൻ്റെ പേര് അശോകൻ. മോളെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അല്ലേ? ഇടയ്ക്കൊക്കെ കാണാൻ വരാനുണ്ടെങ്കിൽ പോലും കുറച്ച് നാളത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് അല്ലേ? യെസ്. 10 മാസത്തിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. മോളോട് പഠിച്ചതിൽ ഒരുപാട് സന്തോഷം. കിട്ടണം. അതാണ് നീറ്റിന് നല്ല മാർക്ക് എടുത്ത് പാസ്സാവണം. മോഡലിനൊക്കെ നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും മോള് പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് വരുന്നുണ്ട്, കാണാറുണ്ട്. കുഴപ്പമില്ല. മീറ്റിങ്ങിലൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രില്യൻ ഫാമിലിയോട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? എല്ലാവരും നല്ലപോലെ പഠിക്കുക, കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം, ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നത് അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരിലും ആ ഒരു സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് മടങ്ങുമല്ലേ? വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് നാട്? എക്സാം സെന്റർ ഒക്കെ എവിടെയാണ്? അപ്പം മോളെ തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലേക്ക് എവിടെ? നാട് എറണാകുളം. ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മോളുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞ് നാളെ വീട്ടിൽ പോകും. യെസ്. മോള് പേര് പൂജ, നാട് ട്രിവാൻഡ്രത്താണ്. യെസ്. മോള് പേര് ഫാത്തിമ ജഹാറ, നാട് കൊല്ലം. എൻ്റെ പേര് നിഹ, എൻ്റെ വീട് കൊല്ലം. പേര് ഐഷ നാസർ, ഞാൻ മലപ്പുറം. പേര് പാർവതി, വീട് ആലപ്പുഴ. പേര് ദേവിക സതീഷ്, വീട് തൃശ്ശൂർ. പേര് ആദിത്യ, വീട് ആലപ്പുഴ. പേര് ആൻമരിയ, എറണാകുളം. പേര് അനഘാവി പിള്ളൈ, നാട് എറണാകുളം. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ബ്രില്യൻറ്റിലെ ഹോസ്റ്റലിൽ പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ളൊരു വലിയ സൗഹൃദമാണ് അല്ലേ? അതെങ്ങനെയുണ്ട് ഫൈനലി? ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു വിഷമമുണ്ട് അല്ലേ? എല്ലാവരെയൊക്കെ ഒന്ന് മിസ് ചെയ്യും അല്ലേ? ആ ഒരു കാലഘട്ടം നമുക്ക് ഓർത്തെടുക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരും മിസ് ചെയ്യും, ഉറപ്പായിട്ട് മിസ് ചെയ്യും. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സപ്പോർട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പോകുമ്പോൾ ഒരു ഫാമിലി പോലെ നിന്നവർ പോകുമ്പം എന്തായാലും സങ്കടം ഉണ്ടാവും. ഒരു ഫാമിലി പോലെ നിന്നവരെല്ലാവരും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും എന്ത് ലക്ഷ്യമായിട്ടാണ് നമ്മുടെ ക്യാമ്പസിലേക്ക് കടന്നു വന്നത്? നമുക്ക് നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി, നല്ലൊരു ഡോക്ടർ ആവണം, നല്ലൊരു നിലയിലെത്തണം. നാട്ടിലാണെങ്കിലും എല്ലാവരും പേര് എന്ന് പറയുമ്പോൾ നല്ലൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. എനിക്ക് എൻ്റെ പേരൻസ് എൻ്റെ പേരിൽ പ്രൗഡാവണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ആവണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഡ്രീമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ. വന്ന സമയത്ത് മോളുടെ പേരെന്താ? ഐഷ, മലപ്പുറം അല്ലേ? മലപ്പുറത്ത് നിന്ന് വന്ന ഈ പാലായിൽ വന്ന് പഠിക്കുന്ന സമയത്ത് എന്താവുന്നൊരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് കടന്നു വരുന്നത്.
ആൻഡ് ഫൈനലി നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലെ മോളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. ഇപ്പം ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഭയങ്കര ഫോഗി ആയിട്ടാണ് വന്നത്. ഒരു നീറ്റ് തന്നെ വേണോ അതല്ലെങ്കിൽ എനിക്ക് പലതും അഡ്മിഷൻ കിട്ടി അപ്പോൾ അതിന് പൊക്കൂടെ, വീണ്ടും ഇവിടെ തന്നെ വരണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സാറിന് നിങ്ങൾക്ക് തന്നെ ഇടുന്ന വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ഡോക്ടറായാലും കൊള്ളാം, രസമുണ്ടാവും, വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാവും, നമുക്കൊരു സന്തോഷം, ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ഫ്രണ്ട്സൊക്കെ തന്നെ ഇവിടെ കിട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് സെയിം കോളേജിൽ സെയിം ആ ഒരു ഇതേ വൈബ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ഇഷ്ടംപോലെ കേരളത്തിലുള്ള മിക്ക മെഡിക്കൽ കോളേജിലും ബ്രില്യൻലെ സ്റ്റുഡൻസ് ആണ് 90%. സോ നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെയും നിങ്ങളെയൊക്കെ തന്നെ നിങ്ങൾ ഈ കണ്ട ഈ മുഖങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. അത് നമ്മൾ ഈ മെഡിക്കൽ കോളേജൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഫസ്റ്റ് ഇയേഴ്സിലെ കുട്ടികളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അടുത്ത കൊല്ലം പ്രൗഡായിട്ട് ബ്രില്യൻറ്റിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരിൽ ആളുകളിൽ ഒരാളായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. സോ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.